ആശങ്കയാവുകയാണ് നമ്മുടെ വികസനത്തിലെ വിള്ളൽ. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പിലിക്കോട് കാർഷിക സർവകലാശാലയ്ക്ക് സമീപത്താണ് ഈ വിള്ളൽ രൂപപ്പെട്ടത്. ടാറിട്ട് വിള്ളൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ നോക്കൂ, ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ. എവിടെയാണോ ആ വിള്ളൽ ഉണ്ടായത് അവിടെ മാത്രം ഒരു പേരിഞ്ഞൊരു ടാറിട്ട് അങ്ങ് പോവുകയാണ്. വലിയ വിള്ളലായിരുന്നോ? ആര്യ, ഇന്ന് രാവിലെയാണ് കാസർഗോഡ് പിലിക്കോട് കാർഷിക സർവകലാശാലയ്ക്ക് തൊട്ട് മുൻപിലായി വലിയ നീളമുള്ള റോഡിൽ, ദേശീയപാതയുടെ പ്രധാന പാതയിൽ തന്നെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രതിനിധികൾ അവിടെ എത്തുകയായിരുന്നു. താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ റീച്ച് 2-ലും വ്യാപകമായി ഇതിനു മുൻപ് നിരവധിയായ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ വിള്ളലുകൾ വീണിരുന്നു. ഇപ്പോൾ റീച്ച് 3-നും അവിടെയും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് ജോലി തുടരുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ വലിയൊരു വിള്ളലുണ്ടായ സമയത്ത് ജനങ്ങൾ അത് തിരിച്ചറിയാതിരിക്കാനായി മെറ്റൽ പൊടിയും അതുപോലെ തന്നെ ടാറും ഉരുക്കിയൊഴിച്ചുകൊണ്ട് അത് മൂടാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരുടെയൊക്കെ തന്നെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടന്നു വരുന്നത് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക അവിടെ നിലനിൽക്കുകയാണ്. ആര്യ.